ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി ഒരു വാൾ ഹാങ് ഡെക്കോർ എങ്ങനെയാണ് ഉണ്ടാക്കൽ നോക്കാനാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫ്രണ്ട്സ്. അപ്പം അതിനായിട്ട് ഈ പേപ്പർ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു മൂലയിൽ നിന്നും ഒരു ഈർക്കിലോ മറ്റോ ഉപയോഗിച്ച് ഇങ്ങനെ ചുരുട്ടി തുടങ്ങാം. അപ്പോൾ നമ്മൾ 8 എണ്ണം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരേ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം ഒരേ അളവിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 4 എണ്ണം വെച്ചിട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊരു ഫ്രെയിമായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കറക്റ്റ് അളവിൽ ഇത് നമുക്ക് ഇങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ആക്കാം. അങ്ങനെ ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് കൂടാതെ ഇങ്ങനെ ക്രോസിൽ നമ്മൾ ഒരു പേപ്പർ കൂടി അധികം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പേപ്പറിൻ്റെ സ്ട്രക്ചർ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ പൂ ഒട്ടിച്ചെടുക്കാം. ഈ നീല കളർ പൂവാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്കിത് ചെറിയ ചെറിയ ചതുരങ്ങളായിട്ട് മുറിച്ചെടുക്കാം. പേപ്പറിൽ നിന്ന് 1 2 3 4 5 6 7 8 പീസ് കിട്ടും. നമുക്ക് ഈ സ്ട്രക്ചറിന് വരുന്നത് 16 പോയിൻ്റാണ്. ഈ ഓരോ ജോയിൻറ്റിലും നമ്മൾ ഈ പൂ തൂക്കിയിടുന്നുണ്ട്. അപ്പം ഒരു പോയിന്റിൽ 3 പൂ തൂക്കിയിടുന്ന പോലെയാണ് നമ്മൾ ഉണ്ടാക്കിയിടുന്നത്. അപ്പോൾ അതിന് കണക്കായിട്ട് നമുക്ക് പൂ ഉണ്ടാക്കിയെടുക്കാം. പൂ ഉണ്ടാക്കാനായിട്ട് നമുക്ക് നേരത്തെ എടുത്തതിൽ നിന്ന് ഒരു പീസ് എടുക്കാം. ശേഷം അത് നേർപകുതിക്കാണ് മടക്കേണ്ടത്. നേർപകുതിക്ക് മടക്കുക. ശേഷം നേരെ ഓപ്പോസിറ്റ് നേർപകുതിക്ക് മടക്കുക. അപ്പം ഇങ്ങനെ കിട്ടും. ഇനി ഇവിടെയാണ് മൂല വരുന്നത്. നമുക്ക് ഈ അറ്റം ഇങ്ങോട്ടേക്ക് കൂടി ഒന്ന് മടക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ മടക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പീസ് കിട്ടും. ഇവിടെ നമുക്ക് പൂവിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ റാ പോലെ മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വിടർത്തുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാ നമുക്കൊരു പൂവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് നമുക്കൊരു പൂവിൻ്റെ എഫക്റ്റിലേക്ക് വരാൻ ഇതിൽ ഏതെങ്കിലും ഒരു ഇതള് നമുക്ക് മുറിച്ച് കളയാം. ഇങ്ങനെ മുറിച്ച് ഒഴിവാക്കിയതിന് ശേഷം ഈ അതളിൻ്റെ മുകളിലേക്ക് ചൊട്ടിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കോൺ ഷേപ്പിൽ നമുക്ക് പൂ കിട്ടും. അതിനു മുമ്പ് നമുക്ക് പേപ്പറിൻ്റെ അറ്റവെല്ലാം ഒന്ന് വളച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നേരത്തെ ഉപയോഗിച്ച് പേപ്പറിൻ്റെ സ്റ്റിക്ക് ഉപയോഗിക്കാം. അത് വെച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ചുരുട്ടി കൊടുക്കുന്നുണ്ട്. എല്ലാ ഇതളും അതുപോലെ ചെയ്യാം. ശേഷം നമുക്കിത് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഒരു പൂ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് കുറേ എണ്ണം ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ 3 കളർ കോമ്പിനേഷനിൽ പൂക്കൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കളറിൽ 16 എണ്ണമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇങ്ങനെ ഓരോന്നും എടുത്തിട്ട് ഒരു സെറ്റാക്കി ഒരു നൂലിൽ കോർത്തെടുക്കാം. അപ്പം അതിനായിട്ട് നിങ്ങൾ ഒരു നൂലെടുക്കുക. അതിനുശേഷം അതിന് 3 ഈക്വൽ പാർട്ടായിട്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നൂലിന് 3 കഷ്ണമായിട്ട് കിട്ടും. 3 സ്ഥലത്തും ഫസ്റ്റ് ഈ അറ്റത്ത് ഒരു കെട്ട് കൊടുക്കുക. ഇത് നമ്മുടെ ഫസ്റ്റ് കളർ മഞ്ഞയാണ്. ആ മഞ്ഞ നമുക്ക് ഇതിലൂടെ കടത്തിവിടാം. കെട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച ഭാഗമാണ്. സെക്കൻഡ് കളർ വൈറ്റ് ആണ്. നമുക്കത് കയറ്റി കൊടുക്കാം. ഇനി നമ്മുടെ 3ാമത്തെ ഭാഗം ഇവിടെയാണ് വരുന്നത്. നമുക്ക് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. നമ്മൾ ലാസ്റ്റ് കളർ നീലയാണ്. അതും കയറ്റി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു സെറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇത് മൊത്തം നമുക്ക് ഇതുപോലെ കോർത്തെടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ അപ്പം ഈ ഒരളവിൽ ഒരു 12 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ഫ്രെയിമിൻ്റെ ഈ ബോർഡർ വരുന്ന എല്ലാ പോയിന്റിലും ഒട്ടിച്ചു കൊടുക്കുക.
അപ്പോൾ നമ്മൾ ഇത് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഫ്രെയിമിന് ഫുള്ളായിട്ട് ഒരു ബ്ലാക്ക് കളർ കൊടുക്കണം. ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ കാണുന്നത് ഒരു വൃത്തികേടായതുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ബ്ലാക്ക് അടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത് മൊത്തമായിട്ട് ഇതുപോലെ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഹാങ് ചെയ്തെടുക്കാം ഓരോന്നായിട്ട്. ഈ എല്ലാ ഔട്ടർ എല്ലാ പോയിന്റുമാണ് നമുക്ക് ഇപ്പോൾ കെട്ടിയെടുക്കുന്നത്. നമുക്കൊന്ന് കെട്ടാം. നമ്മൾ ഇതുപോലെ ഒരെണ്ണം തൂക്കി ഇട്ടിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ അറ്റത്തും കെട്ടിയെടുക്കാം. അപ്പം എല്ലാ സൈഡിലും കെട്ടിയെടുത്തിട്ടാകുമ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ലുക്ക് വരുന്നത്. ഇപ്പം നമ്മൾ ഈ എല്ലാ എഡ്ജിലും മാത്രമേ കെട്ടിയെടുത്തിട്ടുള്ളൂ. ഈ 4 പോയിന്റ് നമുക്കിനി കെട്ടിയെടുക്കാൻ ബാക്കിയുണ്ട്. അതുപോലെ ഈ സെൻറ്ററും ബാക്കിയുണ്ട്. അപ്പോൾ ഈ 4 പോയിന്റിൽ നമ്മൾ ഇപ്പോൾ കെട്ടിയതിനെക്കാട്ട് കുറച്ചും കൂടി നീളം കൂട്ടിയിട്ടാണ് കെട്ടാൻ പോകുന്നത്. അതുപോലെ സെൻറ്ററിൽ ഈ 2നെക്കാട്ടി കുറച്ചും കൂടി നീളം കൂട്ടിയിട്ടാണ് കെട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ നടുക്കേക്ക് ഇങ്ങനെ തൂങ്ങിയ പോലെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ നീളം കൂട്ടിയാണ് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, അപ്പം നമ്മൾ ഇന്നലാക്കി ഈ 3 സെറ്റ് കൂടാതെ നമ്മൾ ഉള്ളിലത്തെ ലെയർ ചെയ്യുമ്പോൾ ഒരു കളറ് പൂവും കൂടി എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. 4 പൂവിൻ്റെ സെറ്റാണ് ഇനി നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പം അങ്ങനത്തെ 4 സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഉള്ളിലെ 4 ജോയിൻറ്റിലും കൂടി ജോയിൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ കളർ പേപ്പറും കൊണ്ട് ഇതേപോലത്തെ 4 പൂവും കൂടി ഉണ്ടാക്കിയെടുക്കും. നമ്മൾ ഈ റോസ് കളറിലും 4 പൂ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുമ്പേ പറഞ്ഞ പോലെ കോർത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് മുമ്പേ വിട്ട പൂവിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് തന്നെ ഇതിലും വിടണം. ഗൈസ്, അപ്പോൾ നമ്മൾ 4 പൂവിൻ്റെ സെറ്റ് വരുന്ന 4 എണ്ണം കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി 5 പൂ വരുന്ന സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇപ്പോൾ ചെയ്തതിനെക്കാട്ടി കുറച്ചും കൂടി അധികം നീളം വരുന്ന നൂലിൽ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ 5 പൂ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ നൂലിലൊന്ന് കോർത്തെടുക്കാം. അപ്പോൾ നമ്മൾ 5 പൂവിൻ്റെ സെറ്റും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 5 പൂവിൻ്റെ സെറ്റ് ഫ്രെയിമിൻ്റെ സെൻറ്ററിലും ഈ 4 പൂവിൻ്റെ സെറ്റ് ഫ്രെയിമിൻ്റെ ഉള്ളിലെ 4 പോയിന്റിലും കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ലുക്കാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്കിനി ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് 4 മൂലയിലും കൂടി ഒരു കയറെടുത്തിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് വെക്കാം.